ഹായ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പ്രിപ്പറേഷൻ. അപ്പം ലച്ചുകുട്ടി പറഞ്ഞ പോലെ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മൊത്തം വീഡിയോസൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വഴിയേ പറയാം. അപ്പം ഞാൻ രാവിലെ പുട്ടും പഴമൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അതെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ പച്ചപ്പയർ തോരൻ വെച്ചു, ബീട്രൂട്ട് അച്ചാറിട്ടു, ഉണക്കമീൻ തക്കാളിയും കൂടെ കറി വെക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു ഉച്ചയാകാറായപ്പോഴും അച്ഛനും മോനും കൂടെ ഇടൂർ പോയി കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഈസ്റ്റർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയായപ്പോഴാണ് അത് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് പിന്നെ ചിക്കൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ടല്ലോ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പം അവർക്കത് വേഗം വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കറി വെക്കാൻ വെച്ചിരുന്ന കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് കുറച്ച് അങ്ങ് വറുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പിന്നെ എന്നാൽ പിന്നെ കറി പയ്യെ വെച്ചാൽ മതിയല്ലോ. ചിക്കൻ വറുത്തതും മറ്റുള്ള കറിയെല്ലാം കൂട്ടി ചോറ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ചക്ക പറിക്കാമെന്ന് വിചാരിച്ചു. ചക്ക പറിക്കുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ചിട്ടൊരു 4-5 വർഷത്തിൻ്റെ അടുത്താണ്. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ പ്ലാവാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചക്ക കഴിച്ചാണ്. അപ്പം അത് ഇന്നെന്നാൽ പിന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലോ, എന്നാൽ അത് പറിച്ചേക്കാന്ന് വിചാരിച്ചു. മൂത്തോന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വരിക്കയാണോ കൂഴപ്ലാവാണോ ഒന്നും അറിയത്തില്ലേ. അപ്പം ആദ്യമായിട്ട് പറിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വീട് പണിയൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എൻ്റെ അച്ഛനും ചേട്ടയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചക്കപ്പഴം തിന്നാൻ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവിട്ട് അങ്ങനെ ഉണ്ടായ പ്ലാവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു. ഞാനെന്നാൽ കറിയൊന്ന് അടുപ്പിലാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ചക്ക പറിക്കാൻ വേണ്ടി പോകുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ 2:30 ചേട്ടൻ അയൽക്കൂടത്തിന് പോകുന്നതിന് മുമ്പ് ചക്കയൊക്കെ സെറ്റാക്കി പറിച്ചൊക്കെ തന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ അത് വെട്ടി എല്ലാം നന്നാക്കി എല്ലാം സെറ്റാക്കി അങ്ങനെ ഞാൻ വീട്ടിൽ തറവാട്ടി വിളിച്ചപ്പോൾ അമ്മച്ചി പിന്നെ വേഗം വന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് അതെല്ലാം ഒരുക്കിയും എല്ലാം ശരിയാക്കിയത്. അപ്പോൾ സായി ചേട്ടനെയും വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ അനിയനാണ്. അപ്പം പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് ചെറിയ പനിയും തലവേനയൊക്കെ ആയതുകൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞാൽ പിന്നെ അതൊക്കെ ആകുമ്പോഴത്തേക്കും വന്നാൽ മതി, അത്ര നേരം കിടന്നു റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 പേരും 2 വഴിക്കാണുള്ളത് കേട്ടോ, ചേട്ടന്മാർ 2 പേരും. അപ്പം അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ വെട്ടി അരിഞ്ഞു പുഴുങ്ങി എന്നിട്ട് പിന്നെ ഒരു കാത്തിരിപ്പാണ്. ഇവർ ചേട്ടൻ അയൽക്കൂട്ടം കഴിഞ്ഞ് ഒരു ഫ്രണ്ടുമായി വന്നു. അവർ വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പറഞ്ഞാൽ 10 മിനിറ്റ് വേണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ. എന്നിട്ട് 2 പേരും കൂടെ അങ്ങ് പോയി പച്ചക്കറിത്തോട്ടത്തിൽ പോയി. പിന്നെ നനയായി, വളവിടിയിലായി, ഒന്നും പറയണ്ട, മരുന്നടിക്കലായി, ഇതൊക്കെ ആയിട്ട് പിന്നെ വന്നപ്പോൾ 7 മണിയായി കഴിച്ച്. അപ്പോഴാണ് സായിഷേട്ടയും വരുന്നത്. അങ്ങനെ 7:30 എങ്ങാണ്ടായപ്പോഴാണ് കേട്ടോ സാജേഷേട്ടയും സംഭവം എല്ലാവരും കൂടെ വരുന്നത്. അപ്പം അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും നേരം വ്ളോഗ് എടുത്തിട്ടൊരു കാര്യം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം നമ്മൾ ചക്കയും ചിക്കനൊക്കെ ആയിട്ട് കാത്തിരുന്നല്ലേ. അപ്പം എല്ലാവർക്കും വിളമ്പി വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നുപോയി. അപ്പം അങ്ങനെ ആ വീഡിയോ ഇല്ല കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് പകുതിയായിപ്പോയി. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിത്തോട്ടം. പടവലങ്ങയൊക്കെ അടിപൊളിയായിട്ടുണ്ടായി കിടപ്പുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.